ചർച്ചയിലേക്ക് വീണ്ടും ശ്രീപത്മനാഭൻ, ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് കരുതി ഇത്തരമൊരു പരിപാടി പാടില്ലാത്തതാകുന്നത് എന്തുകൊണ്ടാണ്? ഈ 3 കോടി കൊണ്ട് കേരളത്തിലെ മുഴുവൻ പ്രതിസന്ധിയും പെട്ടെന്ന് മറികടക്കാനാകും? കൃഷ്ണരാജ, നിങ്ങൾ എന്റെ ശബ്ദം മ്യൂട്ട് ചെയ്താൽ അത് നിങ്ങൾക്ക് ഇനി മേലിൽ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുക്കത്തില്ല. നിങ്ങൾ എന്നെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ റജി ലൂക്കോസ്, ഞാൻ പോയിട്ട് വരാം, എല്ലാവരും സംസാരിക്കട്ടെ എന്നേ. അങ്ങേക്കാണ് ഇതുവരെ കൂടുതൽ സമയം തന്നത്. സംശയമുണ്ടോ? അങ്ങയുടെ എത്ര ചോദ്യം ചോദിച്ചു? ബാക്കിയുള്ളവരോട് ഓരോ ചോദ്യമേ ആയിട്ടുള്ളൂ. അങ്ങയിലേക്ക് വരാം. അങ്ങേക്ക് തന്നെയാണ് പ്രാധാന്യം, അങ്ങയോട് തന്നെയാണ് കൂടുതൽ ചോദ്യങ്ങൾ. ഒരു സംശയവുമില്ല. അങ്ങയെ മ്യൂട്ട് ചെയ്യില്ല സർ. അങ്ങനെ അങ്ങനെ ഒരു ഔദാര്യം എനിക്ക് വേണം. ഞാൻ ശ്രീ റജി ലൂക്കോസ്, അങ്ങേക്ക് പറയാൻ അവസരം തരും. അതിന് 9 മണി വരെ നീണ്ടാലും ശരി, അങ്ങേക്ക് പറയാൻ അവസരം തരും. പ്ലീസ്, എന്റെ ചോദ്യം, ഇപ്പോഴത്തെ ചോദ്യം ശ്രീപത്മനാഭനോടാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്ന് കരുതി ഒരു പരിപാടിയും കേരളത്തിൽ നടത്തേണ്ടെന്നാണോ? ഈ 3 കോടി കൊണ്ട് കേരളത്തിൽ എന്തു നേടാനാണ്? ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാലോ. ഞാൻ എന്തായാലും ബഹിഷ്കരിക്കുന്നില്ല. യു കണ്ടിന്യൂ. എനിക്കൊരു നോക്കുകുത്തിയായിട്ട് ശ്രീ ശ്രീപത്മനാഭൻ വരാം. അദ്ദേഹം ബഹിഷ്കരിച്ച് മാറി നിൽക്കണ്ട. അങ്ങ് പറയൂ, അങ്ങക്ക് ആകുന്നിടത്തോളം പറയൂ. പക്ഷെ ഇപ്പോഴും എന്റെ ആദ്യ ചോദ്യത്തിന് അദ്ദേഹം അങ്ങ് ഉത്തരം തന്നിട്ടില്ല. ഇതുവരെയും ഉത്തരം തന്നിട്ടില്ല. എന്റെ ആദ്യ ചോദ്യത്തിന് എന്ത് നേടി? കുടക്കീഴിൽ എന്ന് ആവർത്തിച്ച് പറഞ്ഞതല്ലാതെ അങ്ങ് എന്താ പറഞ്ഞത്? പറയൂ, അങ്ങ് പറയൂ. ബാക്കിയുള്ളവരിലേക്ക് പിന്നീട് പോകാം. അങ്ങ് പറയൂ. ആക്ഷേപിച്ച് ചോദ്യങ്ങൾ ചോദിക്കരുത്. ഞാൻ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതിന് മറുപടി പറഞ്ഞു. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് ഇരുത്തിയിട്ട് നിങ്ങൾ ഇതല്ലേ പറഞ്ഞു. അങ്ങ് പറയൂ പ്ലീസ്, അങ്ങ് പറയൂ. പറയാൻ ഉദ്ദേശിച്ചത് പറയൂ. എന്റെ ചോദ്യം പരിഗണിക്കേണ്ട. അങ്ങ് പറയാനുള്ളത് പറയൂ. ഞാൻ കൃഷ്ണരാജന് ചോദ്യങ്ങൾക്കല്ലാതെ പിന്നെ വേറെ അല്ല, അങ്ങേക്ക് അധികമായി എന്തോ പറയാനുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ശ്രീപത്മനാഭനിലേക്ക് പോയപ്പോ എനിക്ക് പറയാനുള്ളത് കേൾക്കൂ എന്ന് പറഞ്ഞത്. ആ പറയാനുള്ളത് പറയൂ. എന്താ നിങ്ങൾ എന്നോട് ചോദിച്ചത്? എനിക്ക് കേരള സഭ കൊണ്ടുള്ള ലോക കേരള സഭയുടെ നേട്ടം എന്താണെന്ന് ചോദിച്ചത്. ആ നേട്ടങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞു നിങ്ങളുടെ അടുത്ത്. ഈ കൊടക്കീഴിൽ മാത്രമേ പറഞ്ഞത് അതൊരു ആക്ഷേപമാണ്, ഒരു അപമാനമായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ. ഞാൻ അത്യാവശ്യം ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. അതിനൊക്കെ മറുപടിയായിട്ട് മൗനിയായിട്ട് നിങ്ങൾ പറഞ്ഞാലും കേട്ടിരിക്കാനൊന്നും എന്നെ പോലെ ഒരാളെ കിട്ടത്തില്ല. നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ, നിങ്ങളത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാനൊക്കെ പറയാം. കേൾക്കാൻ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിച്ചോ, എനിക്കൊരു പ്രശ്നമില്ല. അങ്ങ് പറയൂ. ഒന്നും ഞാൻ വീണ്ടും അല്ല, അങ്ങനെ പറയുമെന്ന് പറഞ്ഞ കാര്യമില്ല. പറഞ്ഞ കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചുകൊണ്ട് ഒരുമാതിരി ഇൻസൾട്ടിംഗ് മൂഡിലൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാന്ന് പറഞ്ഞാൽ ശരി. അങ്ങേക്ക് അത് അപമാനമായി തോന്നിയെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ക്ഷമയൊന്നും ചോദിക്കണ്ട. കൃഷ്ണന്റെ ഫ്രണ്ടാണ്. അല്ല, അങ്ങനെ ആയാലും ഇത് പൂർണ്ണമാവും. ഇല്ലെങ്കിൽ അങ്ങ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്? അതെങ്ങനെ ഞാനെങ്ങനെ എന്നെ കൊണ്ട് പറയിപ്പിക്കാണ് നിങ്ങൾ ഇങ്ങനെ ആവർത്തി ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ റെപ്രസെന്റ് ചെയ്തൊരു പ്രസ്ഥാനത്തെയാ. ആ പ്രസ്ഥാനത്തിന് കളങ്കം വരുന്ന എന്ത് കാര്യം വന്നാലും ഞാൻ പ്രതികരിക്കും. ഒരു തർക്കമല്ല കാര്യം. ആരായാലും പ്രതികരിക്കും, ഏത് പ്രസ്ഥാനത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആണെങ്കിലും. നിങ്ങളോട് ഞാൻ ഒരു കാര്യം, ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടുള്ള ഒരു മലയാളികളുടെ ഒരു സംഘം, 6 പേരുടെ ഒരു സംഘം, എനിക്കത് നേരിട്ടറിയാവുന്ന കാര്യമാണോ പറഞ്ഞത്. അവര് ഒരു വലിയ പദ്ധതി IT ആയിട്ട് ബന്ധപ്പെട്ട് പിന്നെ ട്രിവാൻഡ്രം തുടങ്ങാനുള്ള പദ്ധതികളുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടാണ്ട് 2 പദ്ധതികൾ തുടങ്ങി കഴിഞ്ഞു. ഇതിലൊക്കെ ഉപരിയായിട്ട് നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞു, പ്രവാസികളുടെ പ്രശ്നങ്ങളൊന്നും കേരള സർക്കാർ പരിഹരിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ആ ഡൽഹിയിലേക്കൊന്ന് വിരളിഞ്ഞുകൊണ്ടേ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ കേരളത്തിനോട് ചിറ്റമ്മ നയിക്കുന്ന നടത്തുകയും വിദേശ മലയാളികളെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാർ കേന്ദ്രത്തെ ഭരിക്കുന്നുണ്ട്. 57,400 കോടി രൂപ കേരളത്തിന് കിട്ടാനുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. 3% പദ്ധതി വീതം 1.9 കുറച്ചു. പക്ഷെ അതിനൊരു മാറ്റം വരാൻ പോവാ സുഹൃത്തെ. ജൂൺ 4 കഴിഞ്ഞാൽ അത് മാറും. കാരണം ഈ സർക്കാർ തകരും. ഇവിടെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും. കേരളത്തിനോടുള്ള ഈ ചിറ്റമ്മ നയവും ഈ കടുത്ത അവഗണന മാറും. വലിയ ശുഭപ്രതീക്ഷകളാണ് മലയാളികൾ. ലോക കേരള സഭയെ അല്ല, ഞാൻ ആ വിഷയത്തിൽ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ സംസാരിക്കുന്നത്. എനിക്ക് പിന്നെ നിങ്ങൾ പറയുന്നത് മറുപടി പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് ഏത് പക്ഷത്തെ റെപ്രസെന്റ് ചെയ്യുന്നു അതനുസരിച്ച് ഞാൻ മറുപടി പറയത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയോ, കേരളത്തിനെ സംബന്ധിച്ചോളം കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും കേരളത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകൾക്കും കൈയഴിച്ച് സംഭാവന ചെയ്തിട്ടുള്ള ആളാണ് ലോകത്തിലെ മലയാളികൾ. ആ മലയാളികളെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കുടക്കൈ എന്നുള്ള അഭിമാനത്തോടെ ഞാൻ പറയുന്നു. അവരെ കൊണ്ടുവന്ന് അവരുടെ നിർദ്ദേശങ്ങൾ കേട്ട് നേരത്തെ ഒരു സുഹൃത്ത് ഇവിടെ അതിൽ പങ്കെടുത്ത ഒരാൾ അതിനെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. അദ്ദേഹത്തിന് 2ാമത് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വേദന ഉണ്ടാകുന്ന തോന്നുന്നത്. ഇവരെ ഒന്നും ഒരിക്കലും വിദേശ മലയാളികളായിട്ട് കാണാൻ പറ്റത്തില്ല. കേരള വിരോധികളായിട്ട് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഒരു വിദേശ മലയാളികളും കേരളത്തിനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നില്ല. ഞാൻ പൂർത്തീകരിക്കേണ്ട സുഹൃത്തെ, നിങ്ങളിവിടെ പറയണം പറഞ്ഞല്ലോ.
നിങ്ങൾ കേരളത്തിനെ അപമാനിച്ചുകൊണ്ടും കേരളത്തിലെ ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടും കേരളത്തിൽ അല്ലല്ല നിങ്ങൾക്ക് നിൽക്കൂ. ഞാൻ കണ്ടിന്യൂ ചെയ്യേണ്ട സുഹൃത്ത്, നിങ്ങൾ വായടക്കൂ പ്ലീസ്. ഞാൻ തുടരട്ടെ. നിങ്ങളെ എനിക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയൂ. എനിക്കുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയൂ. നിങ്ങളുടെ രാഷ്ട്രീയം എന്താണെന്നും നിങ്ങൾ ആരെ റെപ്രസെന്റ് ചെയ്യണമെന്നും വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി. നിങ്ങളെ പോലുള്ളവരെ ഈ ലോക കേരള സഭയിൽ പങ്കെടുപ്പിച്ചു തന്നെ ഒരു നാണക്കേടാ. അതിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട്, അതിന്റെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ നിങ്ങൾക്ക് കൈനീട്ടി തന്ന അവസരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങളെ പോലുള്ളവരാണ് ഈ ലോക മലയാളികൾക്ക് അപമാനം, ആക്ഷേപം. ഒരു തർക്കമില്ല കാര്യത്തിൽ. നിങ്ങൾക്ക് ലജ്ജയില്ല. റെജി ലൂക്കോസ്, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ലോക കേരള സഭ നടത്തുന്നത് ധൂർത്താണ് എന്ന് പറയുമ്പോൾ അത് പ്രവാസികൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് എന്തിനാണ്? 10-27 വർഷമായി പ്രവാസികളുടെ കൂടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ ധൂർത്താന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ കേരളീയ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. ആ മനുഷ്യനോട് സംസാരിക്കാതിരിക്കാൻ പറ്റൂ? പറയൂ പ്ലീസ്. അദ്ദേഹത്തോട് സംസാരിക്കാതിരിക്കാൻ പറയാം. അതായത് ഒരു മാന്യത കാണിക്കേ. നിങ്ങൾ കുറെ മാധ്യമപ്രവർത്തകർ ആ കേരളീയ പദ്ധതി കേരളീയ എന്ന് പറഞ്ഞ 27 കോടി മുടക്കി ആദിവാസികളുടെ കലകളെയും കേരളത്തിന് മൊത്തം ഒരു മീനിയെ അധിക്ഷേപിച്ച് സംസാരിച്ചു. ഒടുവിൽ നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾക്ക് അതിലെ ക്യാമറ തുറന്നു വെക്കേണ്ടത് എന്താ? കാരണം കേരളത്തിന്റെ ഒരു പ്രതിബിംബമാണ് അവിടെ അവതരിപ്പിക്കപ്പെട്ടത്. 27 കോടി മുടക്കി ദൂർത്താന്ന് പറഞ്ഞു. കേരളത്തിനെ ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്ത ഇത്രയും മനോഹരമായ ഒരു സംഭവം ചരിത്രത്തിലാദ്യമായിട്ടുണ്ടായത് ഈ ഗവൺമെന്റ് ഉണ്ടാക്കിയതാണത്. ഈ ഗവൺമെന്റ് ഇതാണ്. നിങ്ങൾ ആലോചിക്കേ, അതിനെ പോലും ആക്ഷേപിച്ച് നിങ്ങൾ ഇതിനെങ്ങനെ ദൂർത്തായിട്ട് പറയുന്നത്? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പദ്ധതി നടത്താതെ കൊണ്ട്, ഒന്നും നടത്താതെ കൊണ്ട്, കിട്ടുന്നത് കൊണ്ട് പട്ടിണി കിടന്ന് ജീവിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ മനസ്സിലാക്കണം, ഈ പറയുന്ന അവഗണനയുടെ മുമ്പിലും ഇന്ത്യക്ക് കേരളം. ഇന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, മുംബൈയും അഹമ്മദാബാദിനെ പിന്നിലാക്കിക്കൊണ്ട്, ഡൽഹിയെ പിന്നിലാക്കിക്കൊണ്ട് ഏറ്റവും മനോഹരമായി ജീവിക്കാൻ ഏറ്റവും നല്ല സിറ്റി ആയിട്ട് എടുത്ത് കൊച്ചിയും തൃശ്ശൂരും തെരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതെങ്ങനെയാ തെരഞ്ഞെടുത്തത്? ഈ വിദേശ മലയാളികളുടെയും നാട്ടിലെ മലയാളികളുടെയും ഗവൺമെന്റിന്റെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തിയുടെ റിസൾട്ടാ. അപ്പോഴാണ് അവിടെ നിന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നത്. തൃശ്ശൂരും കൊച്ചിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാതെ, തിരുവനന്തപുരത്ത് തെരഞ്ഞെടുക്കില്ല. കാര്യം കഴിഞ്ഞ 2 ദിവസം പെയ്ത മഴയത്ത് നഗരത്തിലൂടെ പോയവർക്ക് അത് മനസ്സിലാകും. ശിവപത്മനാഭൻ, ഞാൻ അങ്ങയോട് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടി. അല്ല, 3 കോടി രൂപയോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ അല്ല വിഷയം. ഒരു സർക്കാർ സംവിധാനം കുറച്ച് പൈസ ചെലവാക്കുമ്പോൾ അത് പബ്ലിക് മണിയാണ്. പബ്ലിക് മണിക്ക് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. അതൊരു രൂപയാണെങ്കിൽ പോലും അത് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നമുക്ക് പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എനിക്കും നിങ്ങൾക്കും നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. നമ്മൾ 3 ചില്ലറ ലക്ഷം കോടി രൂപ കടത്തിലാണ്. അങ്ങനെ കടത്തിലായിരിക്കുന്നത് സുപ്രീം കോടതിയിൽ തന്നെ ബോധിപ്പിച്ച പ്രകാരം ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കൊണ്ടാണ്. ആ സംഗതി ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. ഇപ്പൊ നേരത്തെ ഒരു കേസിന്റെ കാര്യം പറഞ്ഞല്ലോ, 57,000 കോടി രൂപ കേന്ദ്രം തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുക്കാൻ പോവാന്നാ പറഞ്ഞത്. കോടതിയിൽ കേസ് ഫയലാക്കി വക്കീൽ എഴുന്നേറ്റ് വാദിക്കുന്നത് എന്തിനാ? 28,000 കോടി രൂപ കടം എടുക്കാൻ അനുവദിക്കണം കേന്ദ്രം എന്ന് പറഞ്ഞിട്ടാ. ഇപ്പൊ കേന്ദ്രം പറഞ്ഞു 13,000 ചില്ലുവാനം കോടി രൂപ ഈ സാമ്പത്തിക വർഷം നിങ്ങൾക്ക് പല ഇനത്തിലുമായി എടുക്കാൻ അധികാരമുണ്ട്, അതിനപ്പുറം പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതല്ല, ഞങ്ങൾക്ക് 15,000 കോടി രൂപ കൂടി വേണമെന്ന് പറഞ്ഞു. കേന്ദ്രം പറഞ്ഞു മാക്സിമം 5,000 കോടി രൂപ എടുത്തോളൂ, പക്ഷെ അത് അടുത്ത വർഷത്തെ സാമ്പത്തിക കടമെടുക്കാനുള്ളതിൽ നിന്നും കുറയ്ക്കുന്നു പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധിയും ഉണ്ടായില്ല. 13,000 കോടി രൂപ കടം എടുത്തോളാൻ പറഞ്ഞു. ആ കേസ് ഇപ്പൊ എങ്ങോട്ടാ പോയത്, എങ്ങനെയാ വെച്ചതെന്ന് പോലും അറിയില്ല. പിന്നെ ജൂൺ 4 കാര്യം പറഞ്ഞു. എനിക്ക് ചിരിയാ വരുന്നത്. ജൂൺ 4 നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നടന്നാൽ രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കേന്ദ്ര വിരുദ്ധ സമരം നടന്ന കാലഘട്ടം കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോഴാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ മനുഷ്യക്കോട്ടയും മനുഷ്യച്ചങ്ങലയും നിശ്ചല സമരവും തലകുത്തി നിൽക്കുന്ന സമരവും ഇതൊക്കെ നടത്തിയത് കോൺഗ്രസ്സുകാർ ഇന്ത്യ ഭരിക്കുമ്പോഴാണ്. 4.25 കൊല്ലം മൻമോഹൻ സിംഗിനെ സഹായിച്ചപ്പോഴും കേരളത്തിൽ ഒന്നും കിട്ടിയില്ല. എന്നാൽ മൻമോഹൻ സിംഗ് മാറി നരേന്ദ്രമോദി വന്നപ്പോഴാണ് നാഷണൽ ഹൈവേ 66 വന്നത്, ഗെയിൽ പൈപ്പ് ലൈൻ വന്നത്, വന്ദേ ഭാരത് വന്നത് എന്ന് വേണ്ട എല്ലാ മേഖലയിലും സാമ്പത്തിക സഹായം വന്നത്. അപ്പോ ആ സർക്കാരിനെ നിങ്ങളെ കൊണ്ട് അട്ടിമറിക്കാനൊന്നും സാധിക്കില്ല. അതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം. ജൂൺ 4 ഇപ്പൊ ഉള്ളതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ NDA തിരിച്ചു വരും. പക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് വരണം എന്നാണ്. ആലോചിച്ച് നോക്കണം.
ND സംവിധാനം വന്നാൽ കോൺഗ്രസ് വരും, അവരായിരിക്കും പ്രധാനമന്ത്രി. അല്ലാണ്ട് 15 സീറ്റിൽ കാര്യമായി മത്സരിക്കുന്ന CPM പ്രധാനമന്ത്രി ആവില്ലല്ലോ. അപ്പോ ഇവരുടെ മനസ്സതാണ്. അപ്പോ ഈ ഈ ഈ ഈ എന്താ പറയാ, ഈ ലോക കേരള സഭയെ നമ്മൾ എതിർക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാ. ഒരു സ്പെസിഫിക് ആയ കോൺക്രീറ്റ് ആയ കാര്യം, ഇതാ ഇന്നത് ചെയ്തിട്ടുണ്ട്, അതിന് ഇത്ര കോടി രൂപ കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും. ഇന്ന പദ്ധതി നടപ്പിലാക്കി, അതിൽ ഇത്ര ആയിരം അല്ലെങ്കിൽ ഇത്ര ലക്ഷം പ്രവാസികൾക്ക് ഗുണം ചെയ്തു, അത് പിൻ പോയിന്റ് ചെയ്ത് പറയൂ. വിവരാവകാശ നിയമപ്രകാരം കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെ സമീപിച്ചിട്ട് കിട്ടിയ ഉത്തരത്തിൽ ഒരു ഇംപ്ലിമെന്റേഷൻ നടന്നതായി പറയുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ തന്നെ മറുപടി അങ്ങനെയാ പറയുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പത്രം ദിവസങ്ങളോളം അത് ഒരു എപ്പിസോഡായിട്ട് കാണിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് പൈസയല്ല പ്രശ്നം, റിട്ടേൺ ഉണ്ടാവണം. വെൻ യു ആർ സ്പെൻഡിങ് എ സിംഗിൾ റുപ്പി ഫ്രം പബ്ലിക് അക്കൗണ്ട്, ദർ ഷുഡ് ബി റിസൾട്ട് വേണം. ഇല്ലെങ്കിൽ അതിന്റെ ചുരുക്കപ്പേര് ദൂർത്ത് എന്നാണ്. അതിനെ അങ്ങനെ തന്നെ വിളിക്കാൻ പറ്റും. ശരി, ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീ രമേശ് മാണിക്കോത്ത്, നിങ്ങളൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് പോലും പ്രവാസ ലോകത്ത് നിന്ന് തത്സമയമാണ്. അവിടെ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ ലോക കേരള സഭ ഉപയോഗമില്ലാത്തത്, അതുകൊണ്ടൊരു കാര്യവുമില്ല എന്ന് പറയുന്നത്? ഈ കാര്യത്തിൽ അതിന് ഉത്തരം പറയുന്നതിന് മുന്നേ നമ്മുടെ റെജി ലൂക്കോസ് പറഞ്ഞതിന് ഒരു മറുപടി പറയേണ്ടിയിരിക്കും. കാരണം റെജി ലൂക്കോസ് പറയുകയുണ്ടായി, 2 സംസ്ഥാനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും നല്ല ഏറ്റവും നല്ല ജില്ലകൾ, ജീവിക്കാൻ പരമസുഖമുള്ള ജില്ലകളായി തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത്. സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ ചിരിയാ വരുന്നത്. കൊച്ചി പോലുള്ള നഗരത്തിൽ ഒരു മാസം പെയ്യണ്ട, ഒരൊറ്റ ദിവസം മഴ പെയ്താൽ വെള്ളക്കെട്ടാണ്. മഴയുടെ മുന്നേ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയും ചെയ്യാതെ മഴ പെയ്തതിന് ശേഷം റെജിയുടെ ആൾക്കാര് പിക്കാസുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ മഴപൂർവ്വ കാലങ്ങൾ ചെയ്യേണ്ട പണികളുണ്ട്, അതൊന്നും ചെയ്യാതെ വെള്ളക്കെട്ടുകൾ അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ 3 ദിവസമായിട്ട് പല ചാനലുകളിൽ ഞാൻ നോക്കി, എല്ലാത്തിലും ഉള്ളത് വെള്ളക്കെട്ടുകളാണ്. അതുകൂടെ കേരള സർക്കാർ തെരഞ്ഞെടുത്തതല്ല. അതെ, അവര് എങ്ങനെ ആര് തെരഞ്ഞെടുത്താലും ആര് തെരഞ്ഞെടുത്തതിനെ പറ്റിയല്ല എന്റെ പരാതി. ഞാൻ പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് നടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത്രയും ദയനീയമായ ഒരു അവസ്ഥ, ഒരു പ്ലാനിങ്ങും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ പ്രവാസികളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ഈ പാനലിസ്റ്റുകളിൽ പലരും പറഞ്ഞതുപോലെ തന്നെ ഒരു പ്ലാൻ ചെയ്താൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതിന് ഇറങ്ങിത്തിരിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങൾ ചെയ്യുന്നു, കോടികൾ കൊണ്ടുവരുന്ന സംസ്ഥാനത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പൊ അവസാനമായിട്ട് നമുക്കറിയാം, കോട്ടയത്തോ മറ്റോ നടന്ന ആ പ്രവാസി എന്താ അവസാനം? റോഡിൽ കിടന്ന് സമരം ചെയ്യേണ്ടി വന്നു, പഞ്ചായത്ത് പേപ്പർ കൊടുത്തിട്ടില്ല. നിങ്ങളുടെ പാർട്ടി, റെജി ലൂക്കോസിന്റെ പാർട്ടി അവർക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. അപ്പൊ ഒരു പ്രവാസി എങ്ങനെ, എന്ത് ധൈര്യത്തിലാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വരിക? എന്താണ് ഒരു ഫെസിലിറ്റി, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ പ്രവാസികൾക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ ഈ സമ്മേളനമൊക്കെ വിട്ടേക്ക്, നിങ്ങൾ 2 കോടിയോ 20 കോടിയോ എത്രയോ പണിക്ക് നിങ്ങൾ തുലക്ക്, നോ ഇഷ്യൂ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഒരു പ്രവാസിക്ക് നാട്ടിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ, ഒരു വ്യവസായം തുടങ്ങാൻ എന്ത് ഇൻഫ്രാസ്ട്രക്ചറാണ്, എന്ത് സപ്പോർട്ടാണ് നിങ്ങൾ നൽകുന്നത്? നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങളുടെ മന്ത്രിമാർ തന്നെ പറയുന്നത് ചില സംസ്ഥാനങ്ങൾ, BJP ഭരിക്കുന്നവരുടെ പേര് പറയുന്നില്ല, ചില സംസ്ഥാനങ്ങൾ നല്ലതാണ്. നിങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ട്. ഏകജാലക സംവിധാനം നടപ്പാക്കുന്നു. ഒരു പ്രവാസി വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ എവിടെ ഓടണ്ട. ഇത് കേരളത്തിൽ എന്താ അവസ്ഥ? മുഴുവൻ ഗവൺമെന്റ് ഓഫീസുകളിൽ പോയാലും അവസാനം എന്തേലും ഒരു കാരണം പറഞ്ഞ് ഒരു ചുവപ്പ് നാടയിൽ കുടുങ്ങി ആ പ്രവാസി ആത്മഹത്യയാണ്. എന്റെ നാട്ടിൽ കണ്ണൂർ സാജൻ ആത്മഹത്യ ചെയ്തു. എന്ത് തെറ്റാ അദ്ദേഹം ചെയ്തത്? നിങ്ങളുടെ പാർട്ടിക്കാരനല്ലേ, നിങ്ങളുടെ അനുഭാവിയല്ലേ? ശ്രീ ഗോവിന്ദൻ മാഷയുടെ ഭാര്യയായിരുന്നില്ല അന്നത്തെ കോർപ്പറേഷന്റെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ? അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവർ നിങ്ങൾ കൊലക്ക് കൊടുത്തു. ഇപ്പൊ അവസാനം കോട്ടയത്ത് എന്താ ഉണ്ടായത്? ആ പ്രവാസി എന്താ ഉണ്ടായത്? റോഡിൽ കിടക്കേണ്ടി വന്നു. 25-30 കോടി ചെലവാക്കിയിട്ട് ഒരു പറയൂ രജി ലോക്കോസ്. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ ഹാഷിഖ് തൈക്കണ്ടി, നോക്കൂ, ഒരു ലോക കേരള സഭയിൽ അംഗമായിരുന്നു താങ്കൾ. വളരെ ആവേശത്തോടെ ആയിരിക്കുമല്ലോ ആ ലോക കേരള സഭയെ അങ്ങ് സമീപിച്ചത്. എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ലോക കേരള സഭയുടെ ശത്രുവായത്? ഞാൻ ഒരിക്കലും ലോക കേരള സഭയുടെ ശത്രുവോ അതിന്റെ ദൂർത്തിനെയും അത് കാറ്റിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ മാത്രമേ പറയുന്നുള്ളൂ. റെജി ലൂക്കോസ് പറയുന്നത് പോലെ പ്രവാസികൾക്ക് കേൾക്കാനുള്ള ഒരു വേദി ഒരുക്കിയതിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചു എന്നുള്ളത് അദ്ദേഹം കേൾക്കാതെ പോയി. രണ്ടാമത്, ഈ പറയുന്ന ലോക കേരള സഭ ദുബായ് സമ്മേളനത്തിലാണ്
സ്വപ്നയും ശിവശങ്കരനും ഒക്കെ വന്നത്, അത് വന്നതിന്റെ കഥകൾ ഇന്ന് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ പ്രവാസികളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കും. ഞാനൊക്കെ ലോക കേരള സഭയിലേക്ക് വരുന്നത് പണ്ട് 2003 മുതൽ PBDയിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ്. കേരളത്തിലുള്ള പ്രവാസികൾക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എത്രയോ കാലമായി കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികൾക്കും അറിയാം. അതിനുള്ള പരിഹാരം ഒരു യാത്രാ പ്രശ്നത്തിന് പോലും കഴിഞ്ഞ എത്ര ദിവസമായി നാട്ടിലുള്ള ആളുകൾ എയർ ഇന്ത്യയുടെ യാത്ര മുടങ്ങിയതും മറ്റുമായി സ്വന്തം പ്രിയതമന്റെ ശവശരീരം പോലും കാണാൻ പറ്റാതെ ഒരു സ്ത്രീ കരഞ്ഞപ്പോൾ അവിടെയൊന്നും പ്രവാസി സ്നേഹത്തിന് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യാതെ എയർ കേരളയെ കളിയാക്കിയ ആളുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഞാൻ പറഞ്ഞ ടൗൺ സ്ക്വയറിൽ പോയിട്ട് 5 ലക്ഷം ആളുകൾ വരുന്നിടത്ത് പ്രവാസികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സമ്മേളനം എന്ന് പറഞ്ഞുള്ള ഉട്ടായിപ്പ് രീതി, ആ രീതിയാണ് എതിർത്തത്. കേരളത്തിലെ വലിയ വ്യവസായികളായ പ്രവാസികൾ അവരുടെ സംഭാവനകളൊന്നും തന്നെ ഒരിക്കലും കേരളത്തിന് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനം ഇത്രയും അഭിവൃദ്ധിയിൽ തൃശ്ശൂരും കൊച്ചിയുമൊക്കെ ലോകത്തിന്റെ മാതൃകയായി മാറിയത്. അത് ഇവിടെ ഈ കാണുന്ന രീതിയിലുള്ള യൂട്ടോപ്യൻ ഭരണ രീതി കൊണ്ടല്ല വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ അറിയേണ്ടത് നമ്മുടെ പ്രവാസികളുടെ പേര് പറഞ്ഞ് ഇത്തരത്തിലുള്ള വലിയ ശങ്കരനാരായണൻ തമ്പി ഹാള് പോലെ ഇങ്ങനെ മോടി പിടിപ്പിക്കുമ്പോൾ അന്ന് 13,000 രൂപ വന്ദേ ഭാരതിന് ടിക്കറ്റിന് വേണ്ടി അണിയുന്ന സമയത്ത് ഇവിടുത്തെ പ്രവാസികളും ഇവിടെയുള്ള സംഘടനകളുമാണ് ടിക്കറ്റ് കൊടുത്തത്. അന്ന് ഈ പറയുന്ന നോർക്കയോ അല്ലെങ്കിൽ ഈ ലോക കേരള സഭയുടെ പേരിലോ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ലോക കേരള സഭ മെമ്പേഴ്സ് അടക്കമുള്ള സംഘടനാ പ്രതിനിധികൾ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് അത് അവരുടെ ഗ്രൂപ്പാണെന്ന് ഒരു നാണവുമില്ലാതെ അന്നത്തെ സ്പീക്കർ പറഞ്ഞു. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഇത് വരുന്നതിന് മുമ്പേ ഇവിടെയുള്ള സംഘടനകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യം നമ്മുടെ പേരിൽ 2 കൊല്ലം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഈ ദൂർത്തിന്റെ പേരിൽ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പുനരധിവാസമുണ്ട്. ഒപ്പം തന്നെ മടങ്ങി വരുന്ന പ്രവാസികളുടെ നോർക്കയുമായി ബന്ധിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്യാതെ അംഗനവാടിയിലെ വർക്കേഴ്സിന് പോലും ശമ്പളം കൊടുക്കാൻ സാധിക്കാത്ത അവസരത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തിയിട്ട് അതിന്റെ ഫലം എന്താണെന്ന് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ശ്രീ റെജി ലൂക്കോസ്, ഈ നഗരപ്രദേശങ്ങളാകെ വെള്ളക്കെട്ടിലാണ്. മഴയൊന്ന് പെയ്തപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടികൾ എന്തായി എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മെഡിക്കൽ സ്റ്റോറുകളിൽ, സർക്കാർ മെഡിക്കൽ സ്റ്റോറുകളിൽ മരുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. മഞ്ഞപ്പിത്തം അടക്കമുള്ള പകർച്ചവ്യാധികൾ എത്ര മാസമായി സാർ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ട്, ക്ഷാമബത്ത മുടങ്ങിയിട്ട്? എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മലയാളി. ആ മലയാളിക്ക് മുന്നിലാണ് ഒരിടതു സർക്കാർ ലോക കേരള സഭയ്ക്ക് മുൻഗണന നൽകുന്നത്. അവിടെയാണ് പ്രശ്നം. അവിടെ ഒരു പ്രശ്നമല്ല. നമ്മുടെ പ്രവാസികളെ പ്രതിനിധീകരിക്കുന്നവർ കേരളത്തിൽ വരട്ടെ, അവർ കേരളത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കട്ടെ, അവർ പദ്ധതികളുണ്ടായിരിക്കട്ടെ, അത് സമർപ്പിക്കട്ടെ, പ്രോജക്റ്റുകൾ സമർപ്പിക്കട്ടെ. അതിന് നിങ്ങൾ തടസ്സം നിന്നാലും അത് മുമ്പോട്ട് പോകും. കാരണം കേരളം ആഗ്രഹിക്കുന്നതാ. ഈ നേരത്തെ ഇവിടെ പറഞ്ഞ 2 കാര്യങ്ങൾക്ക് മറുപടി പെട്ടെന്ന് പറയാം. അതായത് ഈ കോട്ടയത്തിന് പ്രവാസി റോഡിൽ കിടക്കേണ്ട ഒന്ന്, അത് എന്റെ നാട്ടിലാ. ഞാൻ അതിനെക്കുറിച്ച് ഒരു ചാനൽ ചർച്ചയിൽ അത് പറയുകയും ചെയ്തു. ആ പ്രവാസിയുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ പ്രവാസിയെ ദ്രോഹിക്കണം, അദ്ദേഹം റോഡിൽ കിടക്കണമെന്ന് പറഞ്ഞ് പിന്നെ വാർത്തകൾ കൊടുത്തു. അതേ മാധ്യമങ്ങൾ തിരിച്ചു പറയേണ്ട വന്നു. അവിടുത്തെ പഞ്ചായത്തോ, അവിടെ ആ പഞ്ചായത്ത് ഭരിക്കുന്നത് LDF തന്നെയാ, ഞങ്ങളുടെ പാർട്ടിയാണ് അവിടെ ഭരിക്കുന്നത്. ആ പഞ്ചായത്തും ആ ഭാഗത്ത് നിന്ന് എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തിട്ട് ഒരു ചെറുപ്പക്കാരന് അത് സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ പേരിലും, റോഡ് പബ്ലിക് ആയിട്ടുള്ള എറണാകുളം കോട്ടയം റോഡ് സൈഡിൽ റോഡ് കയ്യേറിയതിന്റെ പേരിലും നാട്ടുകാരുണ്ടാക്കിയ പ്രശ്നത്തിനെ പരിഹരിക്കാനായിട്ടാണ് തന്നെ പ്രവാസിയായി തന്നെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞ അദ്ദേഹം നാടകം കളിച്ചത്. അത് തകർന്നു പോയി എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് അതിന്റെ വസ്തുത. മാധ്യമങ്ങളെല്ലാം അത് പിന്നെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് വിഷമം ഉണ്ടായി കാണുമായിരിക്കാം, ഒരു പ്രവാസിയില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞ ആന്തൂർ പിന്നെ ഒരു പ്രവാസി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ച്, സുഹൃത്തെ, അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ കൊട്ടിക്കൊഴിച്ച പോലെയൊന്നും അല്ല. അതെന്താണെന്നുള്ളത് പിന്നീട് കേരളം തിരിച്ചറിഞ്ഞു. കുറെ മാധ്യമങ്ങൾ മാത്രം അത് മൂടി വെച്ചോളൂ. അത് അദ്ദേഹത്തിന്റെ, അത് ഞാൻ പറയുന്നില്ല, അത് എനിക്ക് മനസ്സിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ കിടക്കുന്നില്ല. എല്ലാം അറിയാം. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്, നിങ്ങളിലേക്കൊക്കെ വരുമ്പോൾ മറുപടി പറയൂ പ്ലീസ്. സുഹൃത്തെ, നിങ്ങളിലേക്ക് വരുമ്പോൾ തുടരും. നിങ്ങൾ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിച്ചാലും, നിങ്ങൾ ഏതെല്ലാം രീതിയിൽ നുണ പറഞ്ഞാലും കേരളത്തിനോട് ശത്രുത മനോഭാവത്തിൽ കാണുന്ന താങ്കളെ പോലുള്ളവര് അതൊരിക്കലും വിശ്വസിച്ചില്ല. കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കും. അതുകൊണ്ടാണല്ലോ 91 നിന്ന് 99 ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിനെ നിങ്ങൾ പ്രവാസിയുടെ പ്രതിനിധിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു പ്രവാസിയും പറയാത്ത രീതിയിലുള്ള കേരളത്തിനെ കുറ്റപ്പെടുത്തിയുള്ള നിങ്ങളുടെ ഭാഷയും സംസാരവും
നിങ്ങളൊരു പ്രവാസി പ്രതിനിധിയായിട്ട് എനിക്ക് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ ചിലപ്പോൾ ഇരിക്കുന്ന അവിടെ ആയിരിക്കാം, അവിടെ താങ്കൾ സംസാരിക്കായിരിക്കും, താങ്കൾ മാറ്റി കാണിക്കും. താങ്കൾ ഞാൻ സംസാരിച്ച് പ്രവാസികൾക്ക് വേണ്ടിയാണ് ലോക കേരള സഭയെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു, ഞങ്ങൾ അതിനെതിരല്ല, ഞങ്ങൾ അതിന് ശത്രുവായി കാണുന്നില്ല എന്ന് അവർ ഒന്നിലേറെ തവണ ആവർത്തിച്ചു പറഞ്ഞു. പക്ഷെ പ്രശ്നം അതല്ല. അതായത് ഒരു ഭാര്യ മരണാസന്നനായ ഭർത്താവിനെ ഒന്ന് കാണാൻ എയർ ഇന്ത്യക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ പറ്റാതെ വരുന്നു. ആ സ്ത്രീക്ക് അവരുടെ കണ്ണീരിന് മറുപടി നൽകാൻ ആർക്കെങ്കിലുമായോ? അതാണ് ഒരു പ്രസക്തമായ ചോദ്യം. നമ്മുടെ സമീപ ഭാവിയിൽ നമ്മൾ കണ്ടുപോയ ആ കണ്ണീരിന് മറുപടി പറയാൻ ആർക്കുമായിട്ടില്ല. ഇനി 5 മിനിറ്റിൽ താഴെ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ചുരുക്കി ഉത്തരങ്ങൾ പറയുക 4 പേരും. ആദ്യം ശ്രീ പത്മനാഭനിലേക്ക്. ഈ ലോക കേരള സഭയുടെ പ്രതിനിധികളായി വരുന്നവർ തൽക്കാലത്തേക്കെങ്കിലും അത്ര ചെറിയ ആൾക്കാരല്ല, പ്രമുഖർ തന്നെയാണ് അതിലധികം പേരും. അങ്ങനെ ഉള്ളവർക്ക് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരുമായോ മുഖ്യമന്ത്രിയുമായോ പ്രവാസികളുടെ പ്രശ്നം ചർച്ച ചെയ്യാൻ, ആശയവിനിമയം നടത്താൻ ഇങ്ങനെയൊരു ഇടം വേണമെന്നുണ്ടോ? അതുകൊണ്ട് കൂടിയല്ലേ ലോക കേരള സഭ കൂടുതൽ ആക്ഷേപങ്ങൾക്ക് നടുവിലാകുന്നത്? ഒരു പരിധിവരെ ശരിയാണ്. പക്ഷേ ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരിപാടി കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഈ നടത്തുന്ന ആൾക്കാർക്കോ പങ്കെടുക്കാൻ പോകുന്ന ആൾക്കാർക്കോ കൃത്യമായിട്ട് അറിയില്ല. 2 കൂട്ടർ തെറ്റിദ്ധാരണ പുറത്താണ് പോകുന്നത്. സർക്കാരിന്റെ ഉദ്ദേശം വളരെ എന്താ പറയുക വ്യത്യസ്തമാണ്. അവര് ഇതിനെ ഒരു PR വർക്കായിട്ടാണ് ചെയ്യുന്നത്. കാരണം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് ഒരു ആഗ്രഹമുണ്ട്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തെ ഏറ്റവും നല്ല സംവിധാനമുള്ള സ്ഥലമാണ് കേരളം എന്ന് ലോകത്തെ ഒന്ന് ബോധ്യപ്പെടുത്തണം. പക്ഷെ അവര് അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഇന്നുള്ള എല്ലാ വിദേശ രാജ്യങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക എന്താ പറയുക ശക്തികളുമെല്ലാം അഗാധമായ പഠനം, ആഴത്തിലുള്ള പഠനം ഇന്ത്യയിലെ എല്ലാ മേഖലയെയും പറ്റി നടത്തുന്നവരാണ്, ലോകത്തെ പറ്റി നടത്തുന്നവരാണ്. അപ്പൊ ഓരോ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ഓരോ പ്രദേശത്തിന്റെ സ്ഥിതിയും അവിടുത്തെ അന്തരീക്ഷവും എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് സംഘം നരേന്ദ്രമോദിയെ ഇന്റർവ്യൂ ചെയ്തു. നമ്മുടെ മലയാളം ചാനലിന് വേണ്ടിയിട്ട്. ആ നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. 1, നിങ്ങളുടെ കടൽ തീരം എത്ര ദൈർഘ്യമുള്ള കടൽ തീരമാണ് നിങ്ങളേത്. 2, നിങ്ങളുടെ മലയോര മേഖല, അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന മലമ്പ്രദേശം. 3, നിങ്ങളെ നദികൾ, ബാക്ക് വാട്ടേഴ്സ്. ഇത് 3ഉം വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്ന് പ്രധാനമന്ത്രി കേരളത്തിലെ ഏറ്റവും പ്രമുഖ ചാനലിനോട് പറഞ്ഞതാണ്. അപ്പോ ഇതൊന്നും അല്ല ഉദ്ദേശം. അപ്പൊ ഇതൊക്കെ ആയിരിക്കണം ഉദ്ദേശം. പക്ഷെ ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കളയാം എന്നൊരു മൂഢവിശ്വാസത്തിലാണ് ഗവൺമെന്റ് ഇത് നടത്തുന്നത്. പാവം പ്രവാസികൾ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ വരണം. ഏത് മലയാളിക്കും അവസാനം നാട്ടിൽ വരണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. അത് ലോകത്തെല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ ഇനി ശരി നന്നാവുകയാണെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്ന പ്രവാസി അവൻ അവിടെ എത്തുമ്പോൾ അവനും നിരാശരാകുവാൻ. ഫലത്തിൽ 2 കൂട്ടരുടെ ഉദ്ദേശവും നടക്കാതെ പോകുന്നു. കുറച്ച് പൈസ ഗവൺമെന്റിന് ചെലവാകുന്നു. അതും എങ്ങനത്തെ ഗവൺമെന്റ്? മൂക്കറ്റം കടത്തിൽ മുങ്ങിയ ഗവൺമെന്റ്. എനിക്ക് ആകെയുള്ളൊരു സമാധാനം ഇത്തവണ 2-3 കോടിയല്ലേ പോകുള്ളൂ എന്നാണ്. ഇത് 10-20 കോടിയായിരുന്നെങ്കിലോ ഇത് എത്ര വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊരു PR വർക്കാണ് ഗവൺമെന്റിന്. പ്രവാസികൾക്ക് നിരാശയും ഉണ്ടാവും. അതുകൊണ്ട് ഇടപെടുന്നു. ശ്രീ രമേശ് മാണിക്കോത്ത്, അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി, 2 പേരോടും ആണ് ചോദ്യം. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ അറിയുന്ന പ്രവാസികൾ ഇത്തവണ വരാനിരിപ്പുണ്ടല്ലോ, അവരോട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു? ആദ്യം ശ്രീ രമേശ് മാണിക്കോത്ത്. അതെ, വളരെ കൃത്യമായി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ്, അതേപോലെ തന്നെ 5 സ്റ്റാർ ഹോട്ടൽ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അത് എൻജോയ് ചെയ്ത് വരികയാണ്. അല്ലാതെ ഇതിനൊരു റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. ഞങ്ങൾ ഇത് നടത്തുന്നതിന് എതിരല്ല. ഇത് നല്ലതാണ്, നടക്കട്ടെ. മറ്റ് സംസ്ഥാനങ്ങൾ നടത്തുന്നത് നടക്കട്ടെ. പക്ഷെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ ഗവൺമെന്റിന് പറ്റുന്നില്ല. എന്താണ് പറ്റാത്തത്? കെടുകാര്യസ്ഥതയാണ്. പ്ലാനിങ് ഇല്ല ഗവൺമെന്റിന്. ഗവൺമെന്റിന് പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് അവിടെ സബ്മിറ്റ് ചെയ്ത് നടപ്പാക്കുമായിരുന്നു. അതില്ല. അതാണ് ഒരു പരാജയം ഇതിൽ ഞാൻ കാണുന്നത്. ശരി, ശ്രീ അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി. ഇവിടെ 2 രീതിയിൽ കാര്യങ്ങൾ പഠിക്കണം. നമ്മുടെ ആളുകൾക്ക് ഇതൊന്നും അറിയായിട്ടല്ല.
യൂറോപ്പിലെയും US-ലെയും ഉള്ള പ്രവാസികളല്ല ഗൾഫ് മേഖലയിലുള്ളത്. ഗൾഫ് മേഖലയിൽ അവിടെ ഏറ്റവും അത്യാവശ്യമായ 4 എയർപോർട്ട് ഉണ്ടെങ്കിലും ഇപ്പോഴും യാത്രാ പ്രശ്നം തന്നെയാണ് മുഖ്യമായിട്ടുള്ളത്. കപ്പൽ സർവീസിന് അനുമതി കൊടുക്കുമെന്ന് പറഞ്ഞ് അതൊക്കെ വന്നിട്ടില്ല. വീണ്ടും വീണ്ടും ചർച്ച ചെയ്ത് പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതല്ലാതെ അതിനൊരു റിസൾട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. ആ റിസൾട്ടിനോടൊപ്പം തന്നെ 2 വർഷത്തിലൊരിക്കൽ ഞങ്ങളെയൊക്കെ ഒന്നിച്ച് വരുന്നതിലുള്ള സന്തോഷമുണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം വേണം, ഇതിന് എതിരല്ല. പക്ഷെ ഇതിന്റെ പേരിൽ നടക്കുന്ന ദൂർത്തിനെയാണ് എതിർക്കുന്നത്. ഈ ദൂർത്തിന്റെ പണത്തിൽ ഒരംശമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ ടിക്കറ്റെങ്കിലും തരാൻ പറ്റുന്ന ഒരു ഘട്ടമുണ്ടായി. കോവിഡിന്റെ സമയത്ത് ഞങ്ങളെ കൂടെ ചേർന്ന് നിൽക്കേണ്ട സമയമുണ്ടായി. അന്നൊന്നും ഇത് കാണിക്കാതെ ഇപ്പോൾ ഈ കാണിക്കുന്ന സ്നേഹപ്രകടനം വ്യവസായികളായ പ്രവാസികളുടെ സമ്പത്തിനെ മാത്രം ഉൾക്കൊള്ളുകൊണ്ട് മാത്രമുള്ള ഒരു പരിപാടിയാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും ശ്രീ റജി ലൂക്കോസ്, ഈ വരുമാനം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ചെലവ് ചുരുക്കുക, ഇത് രണ്ടുമാണ് നമുക്ക് മുന്നിലുള്ള 2 പോംവഴികൾ ഈ മൂക്കറ്റം കടത്തിൽ മുങ്ങി നിൽക്കുന്ന കാലത്ത്. ആദ്യത്തേത് നടക്കുന്നില്ല, രണ്ടാമത്തേതെങ്കിലും. കൃഷ്ണജയ്, ഇവിടെ എയർ ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പെൺകുട്ടിക്ക്, നിസ്സഹായ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിനെ കാണാൻ ഗൾഫിൽ പോകാതെ വന്നവരും നിങ്ങൾ എങ്ങനെയാണ് കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്? കേരള സർക്കാരാണ് എയർ ഇന്ത്യയുടെ അധിപർ, കേരള സർക്കാരാണ് എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് കേന്ദ്ര സർക്കാർ ടാറ്റാക്കി വിട്ടത്. അതിനകത്ത് ഒന്നാമത്തെ കുറ്റവാളി കേന്ദ്ര സർക്കാരും രണ്ടാമത്തെ കുറ്റവാളി എയർ ഇന്ത്യയാ. അത് ഇങ്ങനെയല്ലേ നിങ്ങൾ ഈ കേരള സർക്കാരിനെ പഴി പറയുന്നത്? ഇവിടെ നടക്കുന്ന ഒരു സംഭവത്തിന് ഉടനടി പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ? അതെന്നാ സാറേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? കേരളത്തെ സർക്കാരിന് എന്ത് അധികാരമുള്ള എയർ ഇന്ത്യ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്? നിങ്ങൾ എന്ത് അധികാരമുള്ള? കേന്ദ്ര വിദേശകാര്യ വകുപ്പിന് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതി കൊടുത്തിട്ട് ഇതുവരെ ഒരു മറുപടി പോലും പറഞ്ഞിട്ടില്ല. കാരണം എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇവിടുത്തെ എയർവേസ് ഓപ്പറേറ്റ് ചെയ്യുന്നതും കേരള സർക്കാരാണോ? ഇത് ജനങ്ങൾ കേട്ടോണ്ടിരിക്കുന്നില്ലേ ചർച്ച? ഇങ്ങനെയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ചുമതലയുണ്ട് എന്ന് കരുതി അവരുടെ തലയിൽ മാത്രം വെച്ചു കൊടുത്താൽ മതിയോ? പിന്നെ ഇവിടെ എന്തിനാണ് ഒരു സർക്കാർ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എയർ ഇന്ത്യ കേരള സർക്കാർ വിട്ടുക. അതിന്റെ ഓപ്പറേഷൻ അത് തൽക്കാലം നടക്കാത്ത കാര്യമാണെന്ന് തോന്നുന്നു. ഏതായാലും സമ്മേളനത്തിനുള്ള പന്തൽ കെട്ടാനും ഇരിപ്പിടമൊരുക്കാനും 35 ലക്ഷം രൂപ, വിവിധ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന അംഗങ്ങൾക്ക് 3 ദിവസം 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ 25 ലക്ഷം രൂപ, ഭക്ഷണത്തിന് 10 ലക്ഷം, പബ്ലിസിറ്റിക്ക് മാത്രം 15 ലക്ഷം. ഞാൻ അവിടെ നിർത്തുന്നു. എന്തിനാണ് സാർ പബ്ലിസിറ്റി? നമുക്ക് നിങ്ങളുടെ ലോക കേരള സഭയ്ക്ക് അത്യാവശ്യത്തിന് പരസ്യം ഇത്തരം ചാനൽ ചർച്ചകൾ തരുന്നുണ്ടല്ലോ. വളരെയധികം നന്ദി ശ്രീ റജി ലൂക്കോസ്, VP ശ്രീ പത്മനാഭൻ, രമേശ് മാണിക്കോത്ത്, അഡ്വക്കേറ്റ് ഹാഷിഖ് തൈക്കണ്ടി ജനൻ ഡിബേറ്റിൽ പങ്കെടുത്തതിന്. ജനൻ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.